അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും ഒരുപാട് നന്മകൾ സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് റമളാനിനെ മാറ്റിത്തരട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു മാലിക് എന്നവരെ ഒരു ദിവസം കണ്ടു. ബഹുമാനപ്പെട്ട പ്രത്യേകത വളരെ സൂക്ഷ്മതയിൽ ജീവിക്കുകയും അള്ളാഹുവിനെ കൂടുതലായി ഭയപ്പെടുകയും ചെയ്യുന്നൊരു മഹാനാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ മാലിക് എന്നവർ പറഞ്ഞു, ഖൽബിലുള്ള മനസ്സിലുള്ള ഇടങ്ങേറുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പോക്കിക്കളയുകയും മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കുകയും ഖിയാമത്ത് നാളിലെ പരലോകത്തിലെ എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മാലിക് എന്നവർ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം പരസ്യമായി നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യത്തിൽ നന്മ ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ട്. ജമാഅത്തായി നിസ്കരിക്കുന്നു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്, ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന, ഞാനും എൻ്റെ നാഥനും മാത്രം അറിയുന്ന ചില നന്മകൾ നമുക്ക് വേണം. ഒരാളോടും അത് നമ്മൾ ഷെയർ ചെയ്യേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഓരോ അബ്ദിനും, ഓരോ അടിമക്കും അള്ളാഹുവുമായി സീക്രട്ടായ ഒരമലെങ്കിലും ഉണ്ടാകണം. അത് നമ്മുടെ ഭാര്യ അറിയേണ്ട, നമ്മുടെ മക്കളറിയേണ്ട, നമ്മുടെ മാതാപിതാക്കൾ അറിയേണ്ട അത്രയും സീക്രട്ടായ ഒരമൽ. അതായിരിക്കും ചിലപ്പോൾ നമുക്ക് ആഖിറത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരമലായി മാറുന്നത്. ഈ റമളാനിൻ്റെ ആദ്യത്തെ രാവ് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഈ നന്മ ഞാൻ കൊണ്ടുവരും. അങ്ങനെ ഏതെങ്കിലും ഒരു നന്മ ഒരാളോടും അറിയിക്കാതെ ഒരു നന്മ നമ്മളെ മരണം വരെ ഞാൻ ചെയ്യുമെന്ന് തീരുമാനമെടുക്കുക. അള്ളാഹു നമുക്ക് ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിലേക്ക് ആക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.